ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഒരുപാട് സന്തോഷം, ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മേമയുടെ വീടിൻ്റെ പാലുകാച്ചൽ കഴിഞ്ഞു, ഹൗസ് വാമിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ശരിക്കത്തെ പരിപാടി. നമ്മൾ സൺഡേ ആണ് വെച്ചേക്കണത്. അപ്പോൾ മേമയുടെ വീട്ടിലേക്ക് പോണേക്കാട്ടും മുൻപ് തന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് കേക്ക് ഉണ്ടല്ലോ, കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫംഗ്ഷന് തൊട്ട് മുൻപൊന്ന് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് അതിനെ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പേരും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ കട്ട സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും എനിക്കെൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയാലും ബാക്കി എല്ലാ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കേക്കൊക്കെ പറഞ്ഞ് അവർ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതും കൊണ്ട് നേരെ പോകുന്നത് നമ്മുടെ മേമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബബ്ലൂസ് ഇട്ടേക്കുന്ന ഷർട്ട് അവരുടെ ഡ്രസ് കോഡ്, അതായത് മേമയുടെയും പാപ്പൻ്റെയും രണ്ട് മക്കളുടെയും ഡ്രസ്സിൻ്റെ കളറുണ്ടല്ലോ, അത് തന്നെയാണ് ബബ്ലൂസിൽ ഇപ്പിട്ടിരിക്കുന്ന ഷർട്ടും. ബബ്ലൂസിന് ഷർട്ട് അവർ തയ്ച്ച് തന്നതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ, എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മേമയുടെ വീടെത്തതും ബബ്ലൂസ് ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവിടെ കളിക്കാനായിട്ട് കുറേ പിള്ളേരുണ്ട്, മേമയുടെ പിള്ളേരൊക്കെ ആയിട്ട്. പിന്നെ വീട്ടിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുള്ള ഫർണിച്ചർ അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് ഇതാണ് കേട്ടോ, ഒരു ഡ്രസ്സിങ് ടേബിളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാമെന്ന്, കാണിച്ചു തരാമെന്ന്. അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ വന്നതും കുറച്ച് വെള്ളമൊക്കെ കലക്കി വെക്കാനായിട്ട് മേമേനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ കിച്ചണിൽ ഒന്ന് രണ്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പിന്നെ അനിയത്തിമാരും അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ കൂടെ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ്റെ ടൈമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിയപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ ബബ്ലൂസിന് എവിടെ പോയാലും അവന് കേക്ക് കട്ട് ചെയ്യണം. അവൻ്റെ വിചാരം അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൻ കത്തിയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കട്ട് ചെയ്യാനായിട്ട്, ഇപ്പം കട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ടി. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സിൻ്റെ കളർ. അപ്പോൾ ഇതെല്ലാവരും മക്കളെല്ലാവരും പിന്നെ മേമും പാപ്പനൊക്കെ ഈ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ അമ്മ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് പീരീഡിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ടയേർഡായിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ഉമ്മറത്തെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഫുഡ് വന്നിട്ട് ബിരിയാണി ആയിരുന്നു. പിന്നെ വെള്ളച്ചോറുണ്ടായിരുന്നു. വെള്ളച്ചോറും മീൻകറി, കാബേജ് ഉപ്പേരി, ആ ഒരു സെക്ഷനും, പിന്നെ ബിരിയാണി, ചിക്കനും, സർലാസം, അങ്ങനത്തെ ഒരു സെക്ഷനും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വന്നത് നമ്മൾ അതിൻ്റേതായ സ്ഥാനത്തേക്കൊക്കെ വെച്ചു. പിന്നെ മേമയുടെ ബാങ്കിൽ നിന്ന് മേഡം, അതായത് മാനേജറും മേഡം ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മേമ വെൽക്കം ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് അവർ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാലും ചെറിയ വീടായാലും വലിയ വീടായാലും നമുക്ക് നമ്മുടെ സ്വന്തം വീടെന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരാണല്ലേ. നമ്മളത് അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ആ ഡ്രീം അച്ചീവ് ചെയ്തെടുക്കുമ്പോൾ, നമ്മൾ എന്ത് കാര്യമായാലും നമ്മൾ സാധിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ. അങ്ങനെ ബാങ്കിലെ മാനേജർ മേഡം എല്ലാവർക്കും ഫുഡ് കൊടുത്തു കേട്ടോ. അവരെ നമ്മൾ ടേബിളിലിരുത്തി ഫുഡ് കൊടുത്തു. എല്ലാവരും നല്ല രീതിക്ക് ഭക്ഷണം കഴിച്ചു. ഞാനും ഫൈനലി ഭക്ഷണം കഴിച്ചു. ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വിളമ്പാനൊക്കെ ആയിട്ട്. പിന്നെ വന്ന് നോക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർ അൺബോക്സ് ചെയ്ത് നോക്കാനായിട്ടാ. ഞാൻ പിന്നെ പുറത്ത് വന്നിരുന്നു, കാരണം നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ ടയേർഡായിട്ട് കുറച്ച് നേരം പോയി കിടന്നിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഇപ്പോൾ കഴിക്കണ സമയം ഒരു 5 മണിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഉറക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ചധികം ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ആർക്കും പോരായ്മ വരരുത്, തികഞ്ഞില്ല എന്നുള്ളൊരു പരാതി ആർക്കും പാടില്ല എന്ന് വെച്ചാൽ കുറച്ചധികം ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് വന്ന് നമ്മളിങ്ങനെ റിലേറ്റീവ്സിനും ഇപ്പുറത്തെ ആൾക്കാർക്കൊക്കെ കൊടുക്കണ ചടങ്ങുണ്ട്. അപ്പോൾ അമ്മാമ്മ, അതായത് അമ്മയുണ്ടല്ലോ, അമ്മയുടെ അമ്മ എല്ലാത്തിനും പകർച്ച കൊടുക്കാതെ പറയും. നമ്മളുടെ എല്ലാവർക്കും പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അമ്മാമ്മ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ കുടി പാസ്സാക്കി. ഈ ഒരു ടൈമിൽ ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു തലവേദന പോലെയാണ് കേട്ടോ.
പിന്നെ എനിക്ക് ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റണം, കാരണം ബോഡി വെയിറ്റ് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അനിയത്തി ബബ്ലൂസിനെ കുളിപ്പിക്കുകയാണ്. അവൾ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്കൊരു കാര്യം അറിയണ്ട, പ്രത്യേകിച്ച് ബബ്ലൂസിൻ്റെ കാര്യം എല്ലാം അവൾ തന്നെ ചെയ്തോളും. കുളിക്കലും അവൻ്റെ ഡ്രസ്സിങ് ആയാലും എന്തായാലും ഒക്കെ അവൾ തന്നെ ചെയ്തോളും. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ ഏട്ടനും ബബ്ലൂസും കൂടിയിട്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോയി വിളക്ക് വയ്ക്കണം. 6 മണിക്ക് വിളക്ക് വയ്ക്കണമല്ലോ, അപ്പോൾ ഒരു വിളക്ക് വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞത് നൈറ്റ് ഇതൊരു 7:30 സമയമാണ് കേട്ടോ. മരത്തിങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഒരേ കഥകൾ പറഞ്ഞ് ഒരേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്കൊരു ഐസ്ക്രീം കഴിക്കാനുള്ളൊരു ചിന്ത വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ ഏറ്റവും കൂടിയിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങി ഐസ്ക്രീം മേടിക്കാനായിട്ട്. നമ്മൾ 4 ലിറ്ററിൻ്റെ ചോക്ലേറ്റാണ് കേട്ടോ. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ വീട്ടിലെ ഏട്ടൻ്റെ അമ്മയ്ക്ക് ഫുഡ് മേടിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഗോൾഡ് ഫേസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് കയറിയിട്ട് ചിക്കൻ കൊത്തു പൊറോട്ടയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. പിന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ നല്ല ക്രിസ്ത്യൻസ് ആയതുകൊണ്ടും തന്നെ എല്ലാവരും വീടും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെളിച്ചവും അതും ഇതൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്നല്ല എല്ലാവരും വീടും കാണാനായിട്ട്. നമ്മുടെ വീട്ടിൽ ചെയ്യണം. നമുക്ക് അതിനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വേണം സ്റ്റാർ ഇടലും ട്രീ വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അതേ രാവിലത്തെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ്. എത്ര പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പൈനാപ്പിളിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിക്കാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ച ഐസ്ക്രീം എല്ലാവർക്കും ഇങ്ങനെ കപ്പിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഫൈനലി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബബ്ലൂസിൻ്റെയും അച്ചാച്ചിൻ്റെയും വകയും ഡാൻസ്. അപ്പോൾ അവർ നല്ല ഡാൻസാണ് കേട്ടോ, സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട്. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്തരമുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ടാറ്റാ.